Praise the Lord. Praise the Lord. Praise the Lord. Greetings to you all in the precious name of our Lord and Savior Jesus Christ, who is coming back again. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ I was not able to come to live stream because of the IPC General Convention. So today I thought to have a live stream. കഴിഞ്ഞ ആഴ്ചയിൽ ലൈവ് സ്ട്രീമിൽ വരുവാൻ സാധിച്ചില്ല. ഇന്ന് രാത്രികാലം ഒരു ലൈവ് പ്രോഗ്രാമിൽ ആയിരിക്കാൻ കർത്താവിൽ ശരണപ്പെട്ട് ആയിരിക്കുന്നു. We are discussing the book of Revelation, chapter 4, verses 2 to 5. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായി വായിക്കുന്നു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരകതത്തോട് സദൃശ്യമായൊരു പച്ചവില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിന് മുന്നിൽ നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 2 മുതൽ 2-3 വാക്യങ്ങൾ കഴിഞ്ഞ ലൈവിൽ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നിരുന്നു. അതുകൊണ്ട് ഇന്ന് 4-ാം വാക്യവും 4-ഉം 5-ഉം 2 വാക്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. നമ്മൾ വായിക്കുന്നത് സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തടയിൽ പൊൻ കിരീടം. 4-ാം അധ്യായം കഴിഞ്ഞ ലൈവിൽ ഞാനിങ്ങനെ ഓർപ്പിച്ചു. ഈസ് വെരി സിഗ്നിഫിക്കന്റ് ചാപ്റ്റർ ഓഫ് ദി ബുക്ക് ഓഫ് റെവലേഷൻ ബിക്കോസ് ദിസ് ചാപ്റ്റർ ഈസ് ഡിസ്കസിംഗ് അബൌട്ട് the visions in heaven. സ്വർഗത്തിലുള്ള ദർശനത്തെക്കുറിച്ച് സംസാരിക്കുന്ന അധ്യായമായതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ. അപ്പോ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ 2-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ആത്മാവിൽ വിവശനായപ്പോൾ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. അത് കഴിഞ്ഞേച്ച് 3-ാം വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിന്റെ തേജസ്വീകരണ രൂപത്തെക്കുറിച്ച് മരകതത്തോടും സദൃശ്യമായ പച്ചവില്ല്. ഈ പച്ചവില്ല്, മഴവില്ല് ഇതിനെക്കുറിച്ച് നമ്മൾ നോഹയുടെ കാലഘട്ടത്തിൽ ദ ബുക്ക് ഓഫ് ജനസിസിൽ നമ്മൾ അതിനെക്കുറിച്ച് കാണാൻ കഴിയും. മഴവില്ല്, ദ റെയിൻബോ എന്ന് പറയുന്നത് നോഹയ്ക്ക് കൊടുത്ത കവനന്റെ ഒരു ഉടമ്പടിയുടെ കരാറിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നോഹയോട് ദൈവം പറഞ്ഞു,
ആകാശത്തിൽ മഴവില്ല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മഴ ഇനി പെയ്യുകയില്ല. അങ്ങനെ 150 ദിവസം മഴ പെയ്ത് ഭൂലോകത്തെ മുഴുവൻ ദൈവം നശിപ്പിച്ചു കഴിഞ്ഞ് അനേക നാളുകൾക്ക് ശേഷം യഹോവയായ ദൈവം മോശയോട് പറയുന്നു, ഞാൻ ആകാശത്തിൽ മഴവില്ല് കാണിച്ചു വെച്ച് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ ഭൂലോകത്തെ ജലപ്രളയത്താൽ നശിപ്പിക്കത്തില്ല. ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ദി കവനന്റ് ഓഫ് ഗോഡ് ബിറ്റ്വീൻ Noah and God Almighty. സർവശക്തനായ ദൈവവും നോഹയും തമ്മിലുള്ള ഉടമ്പടിയുടെ കരാറിന്റെ അടയാളമായിരുന്നു മഴവില്ല്. ഞാൻ ആ വിഷയം വിടുകയാണ്. വേർഡ്സ് 4 4 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. ലെറ്റ് മീ റീഡ് ഇൻ ഇംഗ്ലീഷ് ഫോർ യു. 4 വാക്യം of Revelation chapter 4 verse number 4. And around about the throne were 24 seats, and upon the seats I saw 24 elders sitting, clothed in white raiment, and they had on their heads crowns of gold. ഇവിടെ നമ്മൾ വായിക്കുന്നു, കർത്താവായ യഹോവയുടെ സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനങ്ങൾ. ആ സിംഹാസനത്തിൽ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ഇരിക്കുന്ന 24 മൂപ്പന്മാർ. തിയോളജിക്കലി ഇറ്റ് ഈസ് എ ഡിസ്കസബിൾ സബ്ജക്ട്. ദൈവശാസ്ത്രപരമായി വളരെ ക്രിസ്തീയ ലോകം ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ഭാഗം. യോഹന്നാൻ കാണുന്നു ദൈവസിംഹാസനം, the throne of God set in heaven. Throne of God which is set in heaven, and around that throne of God there were 24 thrones. And in that 24 thrones, 24 elders were sat upon that 24 thrones with white garments. വെള്ളവസ്ത്രധാരികളായി ഈ 24 സിംഹാസനത്തിൽ 24 മൂപ്പന്മാർ ഇരിക്കുന്നതായി നമ്മളിവിടെ വായിക്കും. ഇവിടെ ഒരു വലിയ ക്വസ്റ്റ്യൻ, there is a big question about this portion. Who are the 24 elders? ആരാണ് ഈ 24 മൂപ്പന്മാർ? കർത്താവായ യേശുക്രിസ്തുവിന്റെ സിംഹാസനം, ആ സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനങ്ങൾ. ആ 24 സിംഹാസനങ്ങളിൽ വെള്ളവസ്ത്രധാരികളായി 24 മൂപ്പന്മാർ. ഹൂ ആർ ദേ? ഇവരാരെല്ലാം ആണ്? ഇറ്റ് മസ്റ്റ് ബി ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ. ഇത് വളരെ ഡീറ്റെയിൽ ആയി നാം ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. കാരണം 4-ാം അധ്യായം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുവാനിടയായിട്ടുണ്ടല്ലോ. There are many opinions about these 24 elders. 24 മൂപ്പന്മാർ, 24 സിംഹാസനങ്ങൾ. ആ സിംഹാസനങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ഇരിക്കുന്ന 24 മൂപ്പന്മാർ. ഇവരാരാണ്? ഒന്നാമത്തെ ചിന്ത among the theologians, ആദ്യത്തെ ചിന്ത, these 24 elders are the redeemed saints before God's throne. They may be real men who speaks to John individually. ഒരു ഗ്രൂപ്പ് ആൾക്കാര് ചിന്തിക്കുന്ന ഒരു ചിന്തയാണിത്. ഇവർ ഈ 24 മൂപ്പന്മാർ
രക്ഷിക്കപ്പെട്ട ഗണമാണെന്നും അവർ വിശുദ്ധന്മാരാണ്, അവർ യോഹന്നാനെ പോലെ മനുഷ്യരാണ്, ഒരുപോലെ യോഹന്നാനോട് വ്യക്തിപരമായി സംസാരിച്ചിരിക്കുന്നു എന്ന് ഒക്കെ പറയുന്ന ഒരു ഗ്രൂപ്പുകാർ. ഫസ്റ്റ് ഗ്രൂപ്പ് അവർ പറയുന്നു, these 24 elders are the redeemed saints of the Church of God. They are really men. അവർ യഥാർത്ഥ മനുഷ്യന്മാരാണെന്നും അവർ 24 പേരും രക്ഷിത ഗണത്തിൽ ഉൾപ്പെട്ടവരാണെന്നും ഒരു ചിന്തയുണ്ട്. രണ്ടാമത്തെ ചിന്ത, ഇവർ വിശ്വസ്തതയുള്ള ഒരു ക്രിസ്തീയ കമ്മ്യൂണിറ്റിയാണെന്ന് പറയപ്പെടുന്നു. These 24 elders may represent the faithful community of believers who are seated in heavenly places with Christ. അതെങ്ങനെയാണ് പറയുന്നത്? ഇവർ ഈ 24 മൂപ്പന്മാർ വിശ്വസ്തന്മാരായ ഒരു കൂട്ടം ആൾക്കാരാണെന്നും അവർ സ്വർഗീയ സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനോടുകൂടെ വാഴും എന്നും പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പൊ 2 അഭിപ്രായങ്ങൾ ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു. ഇനി അടുത്തൊരു അഭിപ്രായം, 3-4 അഭിപ്രായങ്ങളുണ്ട്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. These 24 elders are representatives of Old Testament and New Testament. Detail I am telling. These 24 elders, 24 മൂപ്പന്മാർ, മൂന്നാമത്തെ ഗ്രൂപ്പുകാർ പറയുന്നത് ഈ 24 മൂപ്പന്മാർ പഴയ നിയമത്തിലെ ഗോത്രപിതാക്കന്മാരായ 12 പേരും യേശു കർത്താവിന്റെ അപ്പോസ്തലന്മാരായ 12 പേരും, ഒരിക്കൽ കൂടെ പറഞ്ഞാൽ 12 patriarchs of the Old Testament. They are the representatives of the Old Testament period. Second, 12 apostles, they are the representatives of the New Testament church. ഈ വിഷയത്തില് ഇറ്റ് ഈസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു മശിഹ തന്റെ ശിഷ്യന്മാരും ഒന്നിച്ച് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് പല കാര്യങ്ങൾ അവരിൽ കൂടെ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അപ്പോസ്തലനായ പത്രോസ് കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവേ, ഞങ്ങൾ സകലതും വിട്ട് അങ്ങേ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? ഉടനെ കർത്താവിനോട് പറയുന്നു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവനും വരുവാനുള്ള ലോകത്തിൽ നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12 മേലും ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ബിബ്ലിക്കലി നമുക്ക് വിശ്വസിക്കാൻ പറ്റിയതായ ഒരഭിപ്രായമാണ് ഈ ഭാഗത്ത് പറയുന്നത്. 24 മൂപ്പന്മാർ, അവർ 12 പേർ, they are the Old Testament patriarchs. പഴയ നിയമത്തിൽ 12 ഗോത്രപിതാക്കന്മാരുണ്ട്, അവരാണെന്നും 12 പേർ യേശു കർത്താവിന്റെ ശിഷ്യന്മാർ, അവര് 12 പേരുണ്ട്. അങ്ങനെ there are the 12 apostles are the representatives of the New Testament church and 12 patriarchs are the representatives of the Old Testament period. അതിനോട് ചേർന്ന ചില വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 19:28, ലൂക്കോസ് 22:30,
റോമൻസ് 5:10 and 24 ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചല്ലോ, പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു, കർത്താവേ, സകലതും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോഴാണ് കർത്താവിനോട് പറഞ്ഞത്, കർത്താവിനോട് പറയുന്നു, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിത്യജീവനും വരുവാനുള്ള ലോകത്തിൽ നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12 സിംഹാസനങ്ങളിലും ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും. മത്തായി 19:28 ഞാനിന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 19 വേഴ്സസ് 28. ഐ ആം റീഡിംഗ് ഇൻ മലയാളം. മാത്യു ചാപ്റ്റർ 19 വേഴ്സസ് 28. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിക്കണമേ. മാത്യു ചാപ്റ്റർ 19 അതിന്റെ 27 മുതൽ വായിച്ചാൽ, പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും. ഓക്കെ. ബുക്ക് ഓഫ് റെവലേഷനിൽ നമ്മൾ 4-ാം അധ്യായത്തിൽ ഇവിടെ കാണുന്ന ഈ സീൻ, ദ ത്രോൺ വിച്ച് ഈസ് സെറ്റ് ഫോർ the judgment of the people, all the world, all humankind, സർവമാനവ ലോകത്തിനും ന്യായം വിധിക്കുവാൻ വേണ്ടി ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ന്യായസിംഹാസനത്തിന്റെ ദർശനമാണ് വെളിപ്പാട് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ യോഹന്നാൻ പറഞ്ഞു, ഞാൻ കണ്ടു. എന്ത് കണ്ടു? സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത്. 2-ാം വാക്യത്തിൽ. 3-ാം വാക്യത്തിൽ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കുറിച്ച് അറിഞ്ഞു. 4-ാം വാക്യത്തിൽ പറയുന്നു, അറൌണ്ട് ദാറ്റ് ത്രോൺ there were 24 thrones. ഒരു വലിയ സിംഹാസനം, ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ. അതിൽ വെള്ളവസ്ത്രധാരികളായി 24 മൂപ്പന്മാർ. ഇതാണ് പ്രധാനപ്പെട്ട സബ്ജക്ട് എന്ന് പറയുന്നത്. ഞാൻ ഇനി 2-3 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യത്തെ ഇത് പറഞ്ഞത്, these 24 elders are the redeemed saints. They are real men. അവർ മനുഷ്യരാണെന്നും മനുഷ്യരുടെ പ്രതിനിധികളാണെന്നും രക്ഷിതഗണത്തിന്റെ പ്രതിനിധികളാണെന്നും ഒരു ഗ്രൂപ്പ് ആൾക്കാർ പറയുന്നു. 2-ാമത്തെ ഗ്രൂപ്പ് ആൾക്കാർ പറഞ്ഞത്, ഇവർ 24 മൂപ്പന്മാർ വിശ്വസ്തരായ ഒരു വിശ്വാസ സമൂഹം ആണെന്ന് പഠിപ്പിക്കുന്നു. 3-ാമത്തെ ചിന്ത ആണ് ഞാനിപ്പോ പറഞ്ഞത്. These 24 elders are the representatives of the Old Testament and New Testament. ഇസ്രായേൽ ഗോത്രം 12 സിംഹാസനങ്ങൾ. അതിൽ 12 ഗോത്ര പിതാക്കന്മാർ. അടുത്ത 12 സിംഹാസനങ്ങളിൽ യേശു കർത്താവിന്റെ 12 അപ്പോസ്തലന്മാർ.
അതിന് വ്യക്തമായ തെളിവാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഞാനിപ്പോ വായിച്ചു കേൾപ്പിച്ചത്. മത്തായി 19-ാം അധ്യായത്തിന്റെ 27, 28 വാക്യങ്ങൾ. 27-ാം വാക്യത്തിൽ ആണ് പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു, ഞങ്ങൾ സകലതും വിട്ട് അങ്ങയെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? ഉടനെയാണ് കർത്താവിന്റെ മറുപടി, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, ശ്രദ്ധിക്കണം, പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. മത്തായി 19-ാം അധ്യായത്തിലെ വാക്യമാണ് ഞാൻ വായിച്ചത്. അതേപോലെ വേറൊരു വാക്യം ലൂക്കോസ് സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ്, ബുക്ക് ഓഫ് ലൂക്ക്, ചാപ്റ്റർ 22 വേഴ്സ് 30. ലൂക്കോസിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ഇതേപോലെ ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്കായി വായിക്കാം. 29 മുതൽ 28-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. ഞാനോ നിങ്ങളുടെ ഈ ശുശ്രൂഷക്കാരനെ പോലെ ആകുന്നു. നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തരുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയിങ്കൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കണേ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന് 27, 28 വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ അവിടെ നമ്മൾ വായിച്ച വാക്യവും ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 29, 30 വാക്യങ്ങളിൽ വായിക്കുമ്പോഴും സെയിം മാറ്റർ ആണ് കർത്താവ് പറയുന്നത്. ലൂക്കോസ് എഴുതിയിരിക്കും, വായിക്കുക, നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയിൽ തിന്നു കുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. അപ്പോ എന്റെ പഠനത്തിൽ, എന്റെ അഭിപ്രായത്തിൽ ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് തിയോളജിയൻസ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ദൈവവചന പ്രകാരം കറക്റ്റായി എനിക്ക് തോന്നുന്നത്. കാരണം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സിംഹാസനം, ആ സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനങ്ങൾ, ആ സിംഹാസനത്തിൽ വെള്ളവസ്ത്രധാരികളായ 24, ആ സിംഹാസനങ്ങളിൽ വെള്ളവസ്ത്രധാരികളായ 24 മൂപ്പന്മാർ. അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നതായി നമ്മൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കും. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 24 മൂപ്പന്മാർ അവർ they are the representatives of Old Testament and New Testament. In Old Testament there are 12 patriarchs, and in New Testament Jesus is having 12 apostles, 12 അപ്പോസ്തലന്മാർ. ഈ അഭിപ്രായം പറഞ്ഞു വരുമ്പോ there is a mistake behind that. യേശു കർത്താവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായ യോഹന്നാനാണ് ഈ വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുന്നത്.
പലരും ചോദിക്കും, യോഹന്നാനല്ലേ ഈ വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുന്നത്, 12ാമത്തെ ആള് ഭൂമിയിൽ നിൽക്കുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ കർത്താവ് പറയുന്നു, നിങ്ങൾ പുനർജന്മത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ്, പുനർജന്മത്തിൽ നിങ്ങൾ എന്നോടുകൂടെ തിന്നുകയും കുടിക്കുകയും എന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും. അത് ലൂക്കോസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. മത്തായി പറയുന്നത് വളരെ കറക്റ്റായി മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ അനുഗമിച്ച ഇരിക്കുന്ന നിങ്ങൾ പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും. ഇപ്പൊ ചിന്തിക്കുക, തിയോളജിയന്മാരുടെ ഇടയിൽ പലവിധ ചിന്താതികൾ ഇതിനോടുള്ള ബന്ധത്തിലുണ്ട്. കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനം, ആ സിംഹാസനത്തിന് ചുറ്റും 24 ചെറിയ സിംഹാസനങ്ങൾ, ആ സിംഹാസനങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന 24 മൂപ്പന്മാർ, തലയിൽ പൊൻകിരീടവും വെച്ചിരിക്കുന്നു. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോ ഇതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, വെളിപ്പാട് പുസ്തകം 5:10 24 മൂപ്പന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും 24 മൂപ്പന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവവചന ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഈ 24 മൂപ്പന്മാർ അവർ ഇസ്രായേൽ ഗോത്രം 12ലെ 12 ഗോത്രപിതാക്കന്മാരും അടുത്ത 12 പേര് യേശുമിശിഹായുടെ അപ്പോസ്തലന്മാരിൽ 12 പേരുമാണ് എന്നുള്ള തെളിവ് ദൈവവചന പ്രകാരം നമുക്ക് തെളിയിക്കുവാൻ കഴിയും. വേറൊരു ഗ്രൂപ്പ് പറയുകയാണ്, ഇവർ സ്വർഗീയ ജീവികളാണെന്നും ദൂതന്മാരാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. എന്നാൽ ആ വിഷയത്തെ നമുക്ക് എതിർക്കാൻ പറ്റും. കാരണം ദൂതന്മാർ നമ്മുടെ സേവ ആത്മാക്കളാണെന്ന് നമ്മള് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അത് തന്നെയല്ല, ദൂതന്മാർ വിശുദ്ധന്മാരുടെ സേവാത്മാക്കളാണ്. നമ്മുടെ കൊരിന്ത്യർ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് യു നോ ദാറ്റ് യു വിൽ ജഡ്ജ് ദ ഏഞ്ചൽസ് ഓൾസോ. നിങ്ങൾക്കറിയരുതോ, നിങ്ങൾ ദൂതന്മാരെയും ന്യായം വിധിക്കുമെന്ന് വിശുദ്ധന്മാർ ന്യായം വിധിക്കും. അപ്പൊ ചിന്തിക്കുക, ആ ചിന്താഗതിയെ നമുക്ക് ദൈവവചന പ്രകാരം ഖണ്ഡിക്കുവാൻ സാധിക്കുന്നതാണ്. ദൂതന്മാർക്ക് കിരീടങ്ങൾ കൊടുത്തതായി പുസ്തകത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. ദൂതന്മാർ ദൂതുവാഹികളാണ്. ഗബ്രിയേൽ ദൂതൻ, മീഖായേൽ ദൂതൻ, അങ്ങനെ ആയിരക്കണക്കിന് ദൂതന്മാരുണ്ട്. അവർ യേശുവിന്റെ ദൂതുവാഹികളാണ്. വ്യക്തമായ തെളിവാണ്. ഗബ്രിയേൽ എന്ന ദൂതൻ ദാനിയേലിന്റെ അടുത്ത് ദൂതുമായി ചെന്നു. ഗബ്രിയേൽ എന്ന ദൂതൻ മറിയാമിന്റെ അടുത്ത് ദൂതുമായി എത്തി. ഗബ്രിയേൽ എന്ന ദൂതൻ സക്കറിയാവിന്റെ അടുത്ത് ദൂതുമായി എത്തി. അടുത്തത് ഗബ്രിയേൽ ദൂതൻ കാഹളമൂതും. 4 ദൂതന്മാരെ കുറിച്ചൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ ഇതിന്റെ പുറകോട്ട് വരുമ്പോ നമുക്ക് ചിന്തിക്കാനുണ്ട്. അതൊക്കെ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചിന്തിക്കാമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇപ്പൊ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 27-ഉം 28-ഉം വാക്യവും, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 29-ഉം 30-ഉം വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 24 മൂപ്പന്മാർ 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന വെള്ളവസ്ത്രധാരികളായി അവരുടെ തലകളിൽ സ്വർണ്ണ കിരീടം ധരിച്ചുകൊണ്ട് ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവർ 12 പേർ
പഴയ നിയമത്തിന്റെ പ്രതിനിധികളും 12 ഗോത്രപിതാക്കന്മാരും 12 പേർ പുതിയ നിയമ പ്രതിനിധികളുമാണ് എന്നാണ് ഒരു ഗ്രൂപ്പ് ആൾക്കാര് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 2 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മത്തായി 19:27-28 വാക്യങ്ങളും ലൂക്കോസ് 22-ാം അധ്യായം 29-30 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ 2 വാക്യങ്ങളും സംസാരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുമശിഹ. സംസാരിച്ചത് യേശുമശിഹ, ക്വസ്റ്റ്യൻ ചോദിച്ചത് പത്രോസ് അപ്പോസ്തലൻ. അപ്പം പത്രോസ് ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായൊരു റിപ്ലൈ ആണ് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പത്രോസിനോട് പറഞ്ഞത്. കർത്താവേ, ഞങ്ങളെല്ലാം വിട്ട് അങ്ങേ അനുഗമിച്ചല്ലോ. വി ലെഫ്റ്റ് എവറിഥിങ് ആൻഡ് വി ആർ ഫോളോയിങ് യു. വാട്ട് റിവാർഡ് വി വിൽ ഗെറ്റ്? ഇതാണ് ചോദ്യം. അപ്പൊ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ അനുഗമിച്ചിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് അവിടെ പറഞ്ഞു. പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ 12 പേരും ഇസ്രായേൽ ഗോത്രം 12 പേരും ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്നോടുകൂടെ ന്യായ സിംഹാസനത്തിൽ ഇരിക്കും. ഇതേപോലെ തന്നെയാണ് ലൂക്കോസ് 22-ാം അധ്യായത്തിലും യേശുമശിഹ അവരോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ദിസ് ടീച്ചിങ് ഈസ് മോർ റിലവന്റ് അക്കോർഡിംഗ് ടു ദി വേർഡ് ഓഫ് ഗോഡ്. 12 അപ്പോസ്തലന്മാർ ആണെന്നും 12 പേർ ഇസ്രായേൽ ഗോത്രം 12ലെയും ഗോത്രപിതാക്കന്മാരാണ് എന്നുള്ളതായ പഠിപ്പിക്കൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ഒരു ചിന്താഗതിയായി ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ ഈ 12, 24 സിംഹാസനങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലെ വാക്യം ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്കായി വായിക്കാം. 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. ശ്രദ്ധിക്കണം, സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനങ്ങൾ. ആ 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, 24 എൽഡേഴ്സ്. അവരുടെ തലയിൽ പൊൻ കിരീടം. അവരുടെ വസ്ത്രത്തിന്റെ കളറും പറഞ്ഞു. വെള്ളവസ്ത്രധാരികളായി. അതിന് 4-ാം വാക്യത്തിൽ പറയുന്നു, സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. ഇതാണ് 4-ാം വാക്യം. അപ്പോ there is a throne. In that throne, Jesus Christ is the high judge, supreme judge is sitting. സിംഹാസനം, ആദ്യം കാണുന്ന സിംഹാസനത്തിൽ ആ സിംഹാസനത്തിന്റെ സുപ്രീം ജഡ്ജായി കർത്താവായ യേശുമശിഹ ഇരിക്കുന്നു. Around this big throne, there are 24 thrones. ഈ വലിയ സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനങ്ങൾ. ആ സിംഹാസനങ്ങളിൽ
വെള്ളവസ്ത്രധാരികളായി ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലകളിൽ സ്വർണ കിരീടധാരികളായി, വെള്ളവസ്ത്രധാരികളായി തലയിൽ സ്വർണ കിരീടം ധരിച്ചുകൊണ്ട് യേശുമിശിഹായുടെ സിംഹാസനത്തിന് മുമ്പിൽ ചുറ്റിലുമിരിക്കുന്ന 24 സിംഹാസനങ്ങളിൽ 24 മൂപ്പന്മാരിയ്ക്കുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു, മത്തായി 19:27-28 വാക്യങ്ങളിൽ വ്യക്തമായി കർത്താവ് പത്രോസിനോട് പറയുന്നു, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് പുനർജന്മത്തിൽ നിങ്ങൾ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കണം, മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. ഇംഗ്ലീഷില് ലെറ്റ് മീ റീഡ് ദാറ്റ് വേർഡ്സ് ഫോർ യു. Matthew chapter 19. Gospel of Matthew chapter 19:28. Jesus said unto them, verily I say unto you, that you which have followed me in the regeneration, when the Son of Man shall sit in the throne of his glory, you shall sit upon 12 thrones, judging 12 tribes of Israel. ശ്രദ്ധിക്കണേ, ഇവിടെ കർത്താവ് പറയുന്നു, verily I say unto you, that you which have followed me in regeneration, punarjanmatil, when the Son of Man shall sit in the throne of his glory, മനുഷ്യപുത്രൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ എന്നോട് കൂടെ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. അപ്പോ ഞാൻ പറഞ്ഞത് അല്പമെങ്കിലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. There are many teachings about who are the 24 elders. ഈ 24 മൂപ്പന്മാർ ആരാണ് എന്ന് അനവധി പഠിപ്പിക്കലുണ്ട്. അതില് ഒന്നാമത്തെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത്, these 24 elders are the redeemed saints. Redeemed saints. They represent the New Testament church. ആദ്യത്തെ പഠിപ്പിക്കൽ ഇതാണ്. ഈ 24 മൂപ്പന്മാർ അവരെ പഠിപ്പിക്കുന്നത് 24 മൂപ്പന്മാർ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ഗണങ്ങൾ ആണെന്നും അവർ പുതിയ നിയമസഭയെ പ്രതിനിധീകരിക്കുന്നു എന്നുമാണ് ആദ്യം പറയുന്ന ഗ്രൂപ്പ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് പഠിപ്പിക്കുന്നത്, these 24 elders are a faithful community of believers. ഏതാണ്ട് ആദ്യത്തെ ഗ്രൂപ്പുകാര് പറഞ്ഞത് റിഡീംഡ് സെയിൻസ്, രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പുകാരും പറയുന്നത് these 24 elders are the faithful community of the believers. വിശുദ്ധന്മാരുടെ ഇടയിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട മൂപ്പന്മാരാണ് എന്നാണ് രണ്ടാമത്തെ ഗ്രൂപ്പുകാർ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പ് പഠിപ്പിക്കുന്ന പഠിപ്പിക്കലാണ് ഞാൻ പറഞ്ഞത്. These 24 elders are the 12 representatives from the Old Testament period, or the 12 patriarchs of the people of Israel, and 12 apostles of the
ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇങ്ങനെയാണ് അവസാനം പറഞ്ഞ ഗ്രൂപ്പ് പഠിപ്പിക്കുന്നത്. ഈ 24 മൂപ്പന്മാർ പഴയ നിയമത്തിലെ 12 ഗോത്രപിതാക്കന്മാരും പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാരും ആണ് എന്ന് പഠിപ്പിക്കൽ മൂന്നാമത്തെ പഠിപ്പിക്കൽ. അതിനോടുള്ള ബന്ധത്തിലാണ് മത്തായി സുവിശേഷം 19:27-28 ലൂക്കോസ് 22:29-30 വാക്യം ഞാനതിന് ആധാരമായി വായിച്ചത്. അതിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ പുനർജന്മത്തിൽ വരാൻ പോകുന്ന ജന്മത്തിൽ നിങ്ങൾ മനുഷ്യപുത്രൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12 മേലും ഇരുന്ന് എന്നോടുകൂടെ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. അപ്പോ ഇതാണ് ലാസ്റ്റ് ഉള്ള ഒരു തിയറി. 3 തിയറിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഉള്ള ഒരു തിയറിയാണ് ദീസ് 24 elders are angelic beings. They are not representatives of humankind. അവസാനത്തെ ചിന്താഗതിക്കാർ ഇങ്ങനെയാണ് പറയുന്നത്, ഈ 24 മൂപ്പന്മാർ സ്വർഗീയ ദൂതന്മാരാണെന്നും അവർ മനുഷ്യരാശിയുടെ പ്രതിനിധികൾ അല്ല എന്നും ഒരു ഗ്രൂപ്പ് പഠിപ്പിക്കുന്നു. അപ്പോ 4ാമത്തെ ഗ്രൂപ്പ് പഠിപ്പിക്കൽ നമുക്ക് ദൈവവചന പ്രകാരം ഒട്ടും യോജിക്കുന്ന ഒരു പഠിപ്പിക്കലല്ല. കാരണം ഏഞ്ചൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അവർ വിശ്വാസികളുടെ കാവൽ ആത്മാക്കളാണ്. അതിനൊരു തെളിവ് എബ്രായ ലേഖനത്തിൽ വായിക്കും, സേവാത്മാക്കൾ. പിന്നെ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, വിശുദ്ധന്മാർ ദൂതന്മാരെ ന്യായം വിധിക്കുമെന്ന്. അപ്പോ അത് ദൈവവചന പ്രകാരം വിശ്വാസനീയം അല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്താഗതിയോട് നമുക്ക് ദൈവവചന പ്രകാരം യോജിക്കുവാൻ കഴിയുന്നതല്ല. അപ്പോ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദർശനം, യോഹന്നാൻ കാണുന്ന ദർശനം, ഇൻ ഹെവൻ ഈസ് ഓപ്പൺ. സ്റ്റാർട്ടിങ് മുതലേ പറയുന്നു ഹെവൻ ഈസ് ഓപ്പൺ. ആ സമയത്ത് യോഹന്നാൻ ആത്മാവിൽ ആയി. ഹി വാസ് ഇൻ ദ സ്പിരിറ്റ്. ദാറ്റ് മീൻസ് John was in the Spirit. That means Spirit was guiding John. Spirit of God was in John. യോഹന്നാൻ ആത്മവിവശനായി എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ ഗ്രീക്ക് വാക്ക് നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ സ്പിരിറ്റ് വാസ് ഇൻ ജോൺ. യോഹന്നാൻ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടു. He was controlled completely by the Holy Spirit. അങ്ങനെ ആത്മാവിൽ പൂർണ്ണമായി കൺട്രോൾ ചെയ്യപ്പെട്ടപ്പോഴാണ് യോഹന്നാൻ സ്വർഗത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്നത് കാണുന്നത്. ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ തേജോമയനായ കർത്താവായ യേശുമശിഹ. ആ സിംഹാസനത്തിന് ചുറ്റിൽ 24 സിംഹാസനങ്ങൾ. ആ വിഷയമാണ് നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. There is one throne in heaven. I think it is a big throne. In that throne, Son of Man, our Lord and Savior, one more, the King of Kings and the Lord of Lords, our Redeemer is sitting. There is a big throne set in heaven. സ്വർഗത്തിൽ ഒരു വലിയ സിംഹാസനം വെച്ചിരിക്കുന്നു. In that throne, ആ സിംഹാസനത്തിൽ
രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യനായുള്ളവനും ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണുവാൻ കഴിയാത്തവനുമായ കർത്താവായ യേശു മിശിഹ ഇരിക്കുന്നു. 1 തീമോത്തി 6:15 വാക്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ 1 തീമോത്തിയോസ് ചാപ്റ്റർ 6:15 എന്ന വാക്യത്തിൽ അവിടെ പൗലോസ് പറയുന്നു, അവിടെ ഒരു വേർഡ് പൗലോസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പൊട്ടേനെറ്റ്, ഇത് ഒള്ളി പൊട്ടേനെറ്റ് എന്നൊരു വാക്ക് പൗലോസ് യൂസ് ചെയ്തിട്ടുണ്ട്. പൊട്ടേനെറ്റ്, ഇറ്റ് ഇസ് എ ലാറ്റിൻ വേർഡ്. പൊട്ടേനെറ്റ് ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ് which means the universal, almighty, powerful monarch. ഏകാധിപതി, സർവാധിപതി എന്നൊക്കെ നമ്മുടെ മലയാളത്തിൽ ചില വാക്കുകൾ ഉപയോഗിക്കും. യൂണിവേഴ്സൽ monarch, the only potentate, ആരും കണ്ടിട്ടില്ലാത്തവൻ, ആർക്കും കാണുവാൻ കഴിയാത്തവൻ, താൻ മാത്രം അമർത്യത ഉള്ളവനുമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ ആ വലിയ സിംഹാസനത്തിൽ ഇരിക്കും. ആ സിംഹാസനത്തിന് ചുറ്റിലും വെള്ളവസ്ത്രധാരികളായി തലയിൽ പൊൻകിരീടം ധരിച്ചുകൊണ്ട് 24 മൂപ്പന്മാരിയ്ക്കുന്നു. ആ 24 മൂപ്പന്മാരെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ സംസാരിക്കാൻ ഇടയായത്. ഹൂ ആർ ദേ, ആരാണ് 24 മൂപ്പന്മാർ? ഹൂ ആർ ദി 24 elders which sat around the throne of God in 24 small thrones. 24 സിംഹാസനങ്ങളിൽ വെള്ളവസ്ത്രധാരികളായി തലയിൽ പൊൻകിരീടധാരികളായി ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, there is a big throne set in heaven. In that throne, the King of Kings and Lord of Lords is the only potentate, is the only immortal God which nobody can see. ആർക്കും കാണുവാൻ കഴിയാത്തവനും ആരും കണ്ടിട്ടില്ലാത്തവനും താൻ മാത്രം അമർത്യത ഉള്ളവനും. മലയാളം ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ധന്യനായ ഏകാധിപതിയും എന്നാണ് മലയാളത്തിലെ വാക്യം വായിക്കുന്നത്. ധന്യനായ ഏകാധിപതി. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാക്യം ഞാൻ ഫ്രം 1 Timothy chapter 6 verse 16. ഇംഗ്ലീഷിലത്, ഇംഗ്ലീഷിലും മലയാളത്തിലും പരിചിച്ച വാക്യമാണ്. which in his times he shall shew who is blessed and only potentate, the King of Kings and Lord of Lords. പൗലോസ് ഇവിടെ യൂസ് ചെയ്യുന്ന വാക്യമാണ് ഞാൻ പറയുന്നത്. Who is the blessed and only potentate, the King of Kings and Lord of Lords. മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യത ഉള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും ആയവൻ. See the elaborations which Apostle Paul gives about the only potentate. അപ്പോൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്,
Paul is telling who is the blessed and only potentate, the King of kings and the Lord of lords, who only has immortality, dwelling in the light which no man can approach unto, whom no man has seen, nor can see, to whom be honor and power everlasting. Amen. Apostle Paul is elaborately discussing about the blessed and only potentate. The Latin word potentate, which means this. The word potentate means the universal king, the only monarch who rules all the world with iron rods. ഇവിടെ മലയാളത്തിൽ പൗലോസ് പറയുന്നു ധന്യനായ ഏകാധിപതി. ധന്യനായ ഏകാധിപതി, കർത്താതി കർത്താവ്, താൻ മാത്രം കിങ് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ രാജാവ്, കർത്താക്കന്മാരുടെ കർത്താവ്, ലോർഡ് ഓഫ് ലോർഡ്സ്, പ്രഭുക്കന്മാരുടെ പ്രഭു, രാജാക്കന്മാരുടെ രാജാവ്, ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്തവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ എന്നൊക്കെ പറഞ്ഞ പൗലോസ് 1 തീമോഥെയോസ് 6 അധ്യായം 15-16 വാക്യങ്ങളിൽ യേശു കർത്താവിന്റെ തേജസ്സിന്റെ അവസ്ഥയെ വിവരിച്ചിരിക്കുകയാണ്. അതേ വാക്കാണ് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാൻ പറയുന്നു, ഒരു സിംഹാസനം സ്വർഗത്തിൽ വെച്ചിരിക്കുന്നു. One throne set in heaven. There is a throne set in heaven. Around that throne there are 24 thrones set. ഒരു വലിയ സിംഹാസനം, ആ സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനങ്ങൾ. ആ സിംഹാസനങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ച് തലയിൽ പൊൻകിരീടധാരികളായി ഇരിക്കുന്ന 24 മൂപ്പന്മാർ. പിന്നെ ആ സിംഹാസനത്തിൽ പിന്നെ എന്താ കാണുന്നത്? വെളിപ്പാട് പുസ്തകം 4 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അടുത്ത വാക്യം ഡിസ്കസ് ചെയ്യാൻ സമയമില്ല, എങ്കിലും ലെറ്റ് മീ റീഡ് ദാറ്റ് നെക്സ്റ്റ് വേർഡ്സ്. യോഹന്നാൻ പറയുന്നു, സിംഹാസനം ഇരിക്കുന്നത് ഞാൻ കണ്ടു. 2 വാക്യത്തിൽ സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ള ഉടുപ്പ് ധരിച്ച് കൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, തലയിൽ പൊൻകിരീടം. അപ്പോ ഒരു വലിയ സിംഹാസനം, ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് വേറൊരാളാണ്. ആരെന്നറിയാവോ? ഹി ഈസ് ദ ബ്ലസ്സഡ് ആൻഡ് ഓൺലി പൊട്ടേനറ്റ്. Blessed and only potentate, the King of kings and the Lord of lords. ഇതൊക്കെ പൗലോസിന്റെ ഭാഷ കണ്ടോ? It's not the language of Pastors and Nico Thomas or the worldly people. It is the language of Apostle Paul, the greatest apostle who ever written about Lord Jesus Christ. In the book of 1 Timothy. അപ്പോസ്തലൻ പൗലോസ് എഴുതിയ വാക്കാണ് ഞാൻ പറഞ്ഞത്. യോഹന്നാൻ പറയുന്നു, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു, അതിലൊരുത്തൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. അവന്റെ സിംഹാസനത്തിന് ചുറ്റിലും മരകത്തോട് തുല്യമായ
പച്ച വില്ല്. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് സിംഹാസനത്തിലിരിക്കുന്നവനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞു, അവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാഴ്ച അവർണ്ണീയമാണ്. ആരാ സിംഹാസനത്തിലിരിക്കുന്നത്? സിംഹാസനത്തിലിരിക്കുന്ന ആരാന്നറിയാമോ? ആ സിംഹാസനത്തിലിരിക്കുന്നവൻ ധന്യനായ ഏകാധിപതി, കർത്താദി കർത്താവ്, രാജാക്കന്മാരുടെ രാജാവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത അതിഭയങ്കരമായ തേജസ്സിൽ വസിക്കുന്ന ദൈവപുത്രൻ സിംഹാസനത്തിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പത്രോസിന്റെ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ when the Son of Man comes in his glorious throne, when the Son of Man comes sit in the throne of his glory, you shall also sit with me in 12 thrones of Israel. അതാണ് സുവിശേഷം 19:27-28 ഞാൻ പറഞ്ഞത്. അപ്പോ സിംഹാസനത്തിൽ യേശുമശിഹ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്, ധന്യനായ ഏകാധിപതി, രാജാദി രാജാവ്, കർത്താദി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആർക്കും തന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്തവൻ, ആരും ഇതുവരെയും കണ്ടിട്ടില്ലാത്തവൻ, ഇയാളാണ് സ്വർഗത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. His name is Jesus Christ, the Redeemer of the world. Praise the Lord. ഞാനിത് രാത്രി ഓർപ്പിക്കട്ടെ, ഈ സിംഹാസനം സ്വർഗത്തിൽ വെച്ചിരിക്കുന്നു. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ജീസസ് ക്രൈസ്റ്റ്, ദി only blessed and only potentate, King of kings, Lord of lords, who is the only immortality which no man can see, who dwells in the light. ഇതൊക്കെ പൗലോസ് വിവരിക്കുന്ന ഭാഗങ്ങളാണ്. അല്ലോ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാണ്? അവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. അപ്പോ യേശുവിന്റെ സിംഹാസനത്തിലിരിക്കുന്ന, മഹത്വീകരിച്ചിരിക്കുന്ന തേജോമയനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രൂപം അവർണ്ണീയമാണ്. Nobody can explain the face of Jesus Christ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, blessed, who is the blessed, only potentate എന്ന വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, ധന്യനായ ഏകാധിപതിയും രാജാദി രാജാവും കർത്താദി കർത്താവും താൻ മാത്രം അമർത്യനായവനും വെളിച്ചത്തിൽ വസിക്കുന്നവനും ഒക്കെ പൗലോസ് പറയുന്ന ഭാഗങ്ങളാണ്. അപ്പൊ ചിന്തിക്കണേ, യോഹന്നാൻ കാണുന്ന വെളിപ്പാടിൽ യോഹന്നാൻ കണ്ട 4-ാം അധ്യായത്തിലെ സിംഹാസനത്തിലിരിക്കുന്ന വ്യക്തിയെ കുറിച്ചാണ് അപ്പോസ്തലൻ പൗലോസിന്റെ വെളിപ്പാട് പൗലോസ് പറഞ്ഞത്. അപ്പോസ്തലൻ പൗലോസിന്റെ വെളിപ്പാടാണ് 1 Timothy chapter 6:15 and 16. അവിടെ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, who is the blessed and only potentate, the King of kings and the Lord of lords. ഇതാണ് പൗലോസ് പറയുന്ന വാക്യം. അപ്പോ യോഹന്നാൻ യേശു മശിഹ സിംഹാസനത്തിൽ ഇരിക്കുന്നതേ കണ്ടുള്ളൂ.
അവൻ പത്മരാഗത്തോടും സൂര്യകാന്തത്തോടും സദൃശനാണ്. ഈ രണ്ട് വാക്കുകൊണ്ട് പുള്ളി യോഹന്നാൻ അവിടെ ഒതുക്കി. ശ്രദ്ധിക്കുക, സിംഹാസനത്തിൽ യോഹന്നാൻ വെളിപ്പാട് കണ്ടപ്പോ യേശുവിനെ കുറിച്ച് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ കുറെ വെളിപ്പാട് പറഞ്ഞിട്ടുണ്ട്. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ച് 7 പൊൻനിലകളുടെ നടുവിൽ പൊൻനിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളത്തിനോട് സദൃശ്യമുള്ള കാലുകളും അഗ്നിജാലക്കത്തെ കണ്ണും, ഇതൊക്കെ യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞതാണ്. സിംഹാസനത്തിലിരിക്കുന്ന യേശുമിശിഹായെ കുറിച്ച് യോഹന്നാൻ ഇവിടെ പറയുന്നത് അവൻ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. വിലപിടിപ്പുള്ള 2 വൈഡൂര്യങ്ങളെ, 2 രക്തങ്ങളുടെ പേരാണ് സൂര്യകാന്തം, പത്മരാഗം, നീലരക്തം എന്നൊക്കെ പറഞ്ഞൊരു 12 വിധ രക്തങ്ങളെ കുറിച്ച് വെളിപ്പാട് 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാപുരോഹിതന്റെ പതക്കത്തിനുള്ളിൽ തുന്നിച്ചേർത്തിരിക്കുന്ന 9 വിധ രത്നങ്ങൾ. മോശയ്ക്ക് യഹോവയായ ദൈവം സമാഗമന കൂടാരമുണ്ടാക്കാൻ പറഞ്ഞു. ആ കൂടാരത്തിൽ മഹാപുരോഹിതന്റെ വസ്ത്രത്തിൽ മാർപതക്കം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. മാർപതക്കം, ബ്രസ്റ്റ് പ്ലേറ്റ്. ആ ബ്രസ്റ്റ് പ്ലേറ്റിൽ 9 വിധ രക്തങ്ങൾ തുന്നിച്ചേർത്തിട്ടുണ്ട്. ആ തുന്നിച്ചേർത്തിരിക്കുന്ന രക്തങ്ങളിൽ സൂര്യകാന്തമുണ്ട്, പത്മരാഗമുണ്ട്, മണിമുത്തുകളായി പല വിധങ്ങളുണ്ട്. ഇതേപോലെ തന്നെ വെളിപ്പാട് 21-ാം അധ്യായത്തിൽ സ്വർഗീയ യെരൂശലേമിന്റെ 12 വീഥികളുണ്ട്. ആ 12 വീഥികൾ ഉണ്ടാക്കിയിരിക്കുന്നത് 12 വിധ രക്തങ്ങൾ കൊണ്ടാണ്. വെളിപ്പാട് 21-ാം അധ്യായത്തിൽ കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ വിഷയം ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇവിടെ യോഹന്നാൻ പറയുന്നു, ഇൻ ഹെവൻ there is a big throne is set. ഒരു വലിയ സിംഹാസനം വെച്ചിരിക്കുന്നു. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. അതാണ് കർത്താവായ യേശു മശിഹ. അവനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, only blessed and the only potentate, the King of Kings, the Lord of Lords. മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ധന്യനായ ഏകാധിപതിയും രാജാദി രാജാവും കർത്താദി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണാനും കഴിയാത്തവനുമായവൻ. ദിസ് പേഴ്സൺ ഹു ഈസ് സിറ്റിംഗ് ഓൺ ദ ത്രോൺ ഈസ് ലൈക്ക് ദിസ്. ഇതേപോലെ തേജോമയനായ തേജസ്സിൽ ഇറങ്ങി വരുന്ന മനുഷ്യപുത്രനാണ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. വ്യക്തമായ തെളിവ് മത്തായി 19-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, when Son of Man shall sit in his throne of glory. When Son of Man shall sit in his throne of glory. അവന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ മനുഷ്യപുത്രൻ ഇരിക്കുമ്പോൾ അറൌണ്ട് ദിസ് ത്രോൺ, ആ സിംഹാസനത്തിന്റെ ചുറ്റിലും വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് തലയിൽ പൊൻകിരീടധാരികളായി ആ സിംഹാസനത്തിന് ചുറ്റും ഇരിക്കുന്ന 24 മൂപ്പന്മാർ. പിന്നെ ലേവ്യ പൗരോഹിത്യത്തിൽ മോശ പുരോഹിതന്മാരെ 24 കൂറുകളായി തിരിച്ചിരുന്നു. നമ്മളെ ലൂക്കോസ് വിശേഷത്തിൽ സക്കറിയാവിന്റെ ഭാഗം വരുമ്പോൾ എഴുതിയിരിക്കുന്നു, കൂറുകളുടെ അടിസ്ഥാനത്തിൽ സക്കറിയാവിന് നറുക്ക് വീണപ്പോൾ മഹാപുരോഹിതനായ സക്കറിയാവ് ദേവാലയത്തിൽ ചെന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലേവ്യ പുസ്തകത്തിൽ
അഹറോന്യ പൗരോഹിത്യത്തിലുള്ള പുരോഹിതന്മാരെ അഥവാ ലേവ്യ പുരോഹിതന്മാരെ മോശ 24 കൂറുകളായി തിരിച്ചിരുന്നു. അപ്പൊ അതും ഈ 24 മൂപ്പന്മാരെ കാണിക്കുന്നതിന് വ്യക്തമായ ഒരു തെളിവാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇന്ന് ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ ദൈവമക്കളെ. ഇവിടെ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കട്ടെ. There is a big throne set in heaven. സ്വർഗത്തിൽ ഒരു വലിയ സിംഹാസനം വെച്ചിരിക്കുന്നു. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ധന്യനായ ഏകാധിപതി, രാജാവ്, കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആർക്കും കാണുവാൻ കഴിയാത്തവൻ, ആരും ഇതുവരെയും കണ്ടിട്ടില്ലാത്തവൻ. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ 1 Timothy chapter 6 verse 15 and 16. ആ അടിസ്ഥാനത്തിൽ ഈ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ രൂപമാണ് ഇവിടെ 1 Timothyയിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ തേജസ്സിന്റെ സിംഹാസനത്തിൽ മനുഷ്യപുത്രൻ ഇരിക്കുന്നു. മനുഷ്യപുത്രന്റെ സിംഹാസനത്തിന് ചുറ്റിലും വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് തലയിൽ പൊൻകിരീടധാരികളായി 24 മൂപ്പന്മാരും ഇരിക്കുന്നു. സിംഹാസനത്തിന് ചുറ്റിലും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ഇത് നമുക്ക് ഇപ്പൊ ചിന്തിക്കാൻ സമയമില്ല. അതിന് താഴോട്ട് ഒത്തിരി ഭാഗങ്ങളുണ്ട്. 4-ാം അധ്യായം ഈസ് very, very significant in the book of Revelation because this chapter shows the glorious things in heaven and glorious throne of Jesus Christ which is set in heaven, and around that glorious throne there is small 24 thrones. In that 24 thrones there were 24 elders are sitting wearing white garments and golden crowns on their head. നമ്മൾ വായിക്കുന്നു, സ്വർഗീയ സിംഹാസനം, അതിൽ കർത്താവായ യേശു മിശിഹ ഇരിക്കുന്നു. ആ സിംഹാസനത്തിന്റെ ചുറ്റിലും 24 ചെറിയ ചെറിയ സിംഹാസനങ്ങൾ, അവയിൽ വെള്ളവസ്ത്രധാരികളായി തലയിൽ പൊൻകിരീടം വെച്ചുകൊണ്ട് ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവർ ന്യായസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വരുവാൻ പോകുന്ന ലോകത്തെ ന്യായവിധിക്കുന്ന ന്യായവിധിയാണ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാത്രികാലം ഞാൻ എന്റെ വാക്കുകളോട് ചുരുക്കട്ടെ. ദൈവമക്കളെ, there is a great throne set in heaven. In that throne, ആ സിംഹാസനത്തിൽ the judge, supreme judge is our Redeemer, my Redeemer, the Redeemer of the world. His name is Jesus Christ, Son of Man, sitting in the glorious throne. അദ്ദേഹത്തിന്റെ ചുറ്റിലും in that glorious throne, around 24 small thrones. In that 24 thrones, 24 elders are sitting, wearing white garments and golden crown on their heads. ഇതാണ് 4-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും 4-ാം വാക്യത്തിന്റെ വിവരം. കർത്താവ് അനുവദിച്ചാൽ we will discuss the next part, verse 5, 6 and 7. If possible, we will discuss on Wednesday, this coming Wednesday. So let me conclude these words. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. അവന്റെ രൂപം സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. Who is that person?
That person is the blessed and only potentate, King of kings and Lord of lords, who is only immortal, who dwells in the light which no man ever seen. പൗലോസ് അപ്പോസ്തലൻ തിമോത്തി 6:15-16 പറയുന്ന വാക്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ധന്യനായ ഏകാധിപതിയും രാജാദി രാജാവും കർത്താദി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും പ്രകാശ വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും ഇതുവരെയും കണ്ടിട്ടില്ലാത്തവനും ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ രൂപമാണ് ഞാൻ പറഞ്ഞത്. അടുത്തത്, ആ സിംഹാസനത്തിന്റെ ചുറ്റിലും 24 ചെറിയ സിംഹാസനങ്ങൾ. ആ ചെറിയ സിംഹാസനങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ച് തലയിൽ പൊൻകിരീടധാരികളായി 24 മൂപ്പന്മാർ. അവരാരാണെന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഐ ഹാവ് ഗിവൺ എ ലിറ്റിൽ എക്സ്പ്ലനേഷൻ. ഇനി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ടൈമില്ല. സോ ടുഡേ ഐ എം കൺക്ലൂഡിങ് ദിസ് പാർട്ട് വിത്ത് പ്രയർ. ദൈവമായ കർത്താവേ, ഇന്ന് രാത്രിയിൽ ദൈവവചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ലെറ്റ് ഓൾമൈറ്റി ഗോഡ് give them blessing, those who are watched this message. Lord, help us to live according to thy word. Thank you for hearing. In the name of Jesus we pray. Let Almighty God give you all the blessings. This is Pastor Sanika Thomas signing off from Changanur. We will meet on this Wednesday discussing verses 5, 6 and 7, the book of Revelation, chapter 4. Let me close. Almighty God give you blessings. Amen, amen, amen.